സ്റ്റുഡൻസ്, ഇന്ന് കോർഡിനേറ്റ് ജോമെട്രി എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് 3 points 0,0, 3, and 3, lambda form an equilateral triangle, then lambda is. ഇവിടെ equilateral triangle ആണ്. equilateral triangle ആണെങ്കിൽ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. A, B, C നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 0, 0, B എന്ന് പറയുന്നത് 3√3, C എന്ന് പറയുന്നത് 3, lambda. അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ കാണുക വേണ്ടത് എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി എ ആണ്. എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി എ ആണ് ഈക്വലേറ്റഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ എ ബി ഈക്വൽ ടു ബി സി എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാംഡ കണ്ടുപിടിക്കും. എ ബി ഈക്വൽ ടു എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ ബി ഈക്വൽ ടു എ സി എന്ന് എടുക്കാം. അപ്പോൾ എ ബി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ, അതായത് ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക. അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരിക? 0 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 0 - √3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സി എന്ന് പറഞ്ഞാൽ 0 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 0 - ലാംഡ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 9 ഇത് പ്ലസ് 3 ഈക്വൽ ടു ഇവിടെ 9 ഇവിടെ പ്ലസ് ലാംഡ സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ ഇവിടെ 9 ക്യാൻസൽ ആയി. ലാംഡ സ്ക്വയർ ഈക്വൽ ടു 3. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് √3 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി പ്ലസ് ഓർ മൈനസ് √3 ആണ് അതിൻ്റെ ആൻസർ. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യുകൊണ്ട് എ ബി ഈക്വൽ ടു എ സി എങ്ങനെ എടുത്തു കഴിഞ്ഞാലും കിട്ടും. എ ബി ഈക്വൽ ടു എ സി അല്ലെങ്കിൽ ബി സി ഈക്വൽ ടു എ സി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. അതിന് റൂട്ട് പോകാൻ വേണ്ടി സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഷോർട്ട് ആക്കിയിട്ട് ലാംഡ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കും. The coordinates of the point on the x-axis which are equidistant from the points -3,4 and 2,5 are. അതായത് പോയിന്റ് ഓൺ ദ x-axis ആണ്. ഇവിടെ രണ്ട് പോയിന്റ് എ എന്ന് പറയുന്നത് -3,4ഉം ബി എന്ന് പറയുന്നത് 2,5 ആണ്. പോയിന്റ് ഓൺ ദ x-axis എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ പോയിന്റ് എന്താണ്? പി എന്ന പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ x,0 x-axisൽ ഒരു പോയിന്റ് വരികയാണെങ്കിൽ അതിന്റെ y 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ? ഈക്വൽ ഡിസ്റ്റൻസിലായതുകൊണ്ട് പി എ ഈക്വൽ ടു പി ബി ആണ്. അപ്പോൾ പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ ആണ്. പി എ സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടെ എക്സ് -3 എന്ന് പറയുമ്പോൾ +3 ആയി. x plus 3 whole square plus 0 - 4 whole square equal to x - 2 whole square plus 0 - 5 whole square എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് x എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ a plus b whole square എന്ന് പറഞ്ഞാൽ a square plus 2ab plus b square x square plus 6x plus 9 എന്ന് വന്നു. ഇത് പ്ലസ് ഇത് 16 ഈക്വൽ ടു x square - 4x plus 4 plus 25. അപ്പോൾ x square ക്യാൻസൽ ആയി. ബാക്കിയുള്ളതിനെ നമുക്ക് ഷോർട്ട് ആകുമ്പോൾ x എന്താണെന്നുള്ളത് കിട്ടും. ഈ x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 6x plus 4x. ഇവിടെ 9 plus 16 എന്ന് പറയുന്നത് 25 ആണ്. ഈ 25ഉം ഈ 25ഉം ക്യാൻസൽ ആയി. അപ്പോൾ 10x is equal to 4 എന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. 10x is equal to 4 ആണെങ്കിൽ x is equal to 4/10. 4/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/5 ആണ്. x 2/5 y 0 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2/5 0. പിന്നെ ഷോർട്ട് ആക്കിയിട്ട് x കണ്ടുപിടിക്കുക കൊണ്ട് എക്സിന്റെ വാല്യൂ 2/5 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. y 0 ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് ഇഫ് ദ പോയിന്റ്സ് a 5, p b 1, 5 c 2, 1 and d 6, 2 ഫോം എ സ്ക്വയർ എ ബി സി ഡി ദെൻ പി. അതായത് സ്ക്വയർ ആണ് എ ബി സി ഡി എന്നുള്ള സ്ക്വയർ എ ബി സി ഡി. ഇവിടെ എയുടെ പോയിന്റ് 5, പി, ബി എന്ന് പറയുന്നത് 1, 5, സി എന്ന് പറയുന്നത് 2, 1, ഡി എന്ന് പറയുന്നത് 6, 2 ഇങ്ങനെയാണ് ഉള്ളത്. ഫോം എ സ്ക്വയർ എ ബി സി ഡി ദെൻ പി. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഡയഗണൽസ് നമുക്കറിയാം ബൈസെക്ട് ചെയ്യും. അപ്പോൾ ബൈസെക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഓ എന്ന പോയിന്റിൽ ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഡയഗണൽസ് രണ്ടും ഈക്വൽ ആയിരിക്കും, ബൈസെക്റ്റും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് എ സി ഇസ് ഈക്വൽ ടു കോർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ബി ഡി എന്ന് എടുത്താൽ മതി. അതായത് കോർഡിനേറ്റ്സ് ഓഫ് midpoint of AC equal to coordinates of midpoint of
ബി ഡി എന്ന് കൊടുക്കുക. മിഡ് പോയിന്റ് കാണാൻ വേണ്ടി x1 പ്ലസ് x2, അതായത് 6 പ്ലസ് 1/2 2 പ്ലസ് 5/2, x1 പ്ലസ് x2 ഡിവൈഡ് ബൈ 2, y1 പ്ലസ് y2 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 5 പ്ലസ് 2 ഡിവൈഡ് ബൈ 2 p പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇങ്ങനെ വരും. അപ്പോൾ ഇത് ഒരുമിച്ച്, അതായത് ഇത് 7/2 ഈക്വൽ ടു പി പ്ലസ് 1, y കോർഡിനേറ്റ് y രണ്ടും ഈക്വൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ആയി, പി പ്ലസ് 1 ഈക്വൽ ടു 7 ആണ് വരുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് എന്താണ്? 7 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. പി ഈക്വൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുക. അടുത്തത് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് Px1, y1 and Qx2, y2 is divided by the x-axis. അതായത് ഇവിടെ P എന്ന് പറയുന്നത് x1, y1, Q എന്ന് പറയുന്നത് x2, y2 ആണ്. ഡിവൈഡഡ് ബൈ ദ x-axis. x-axisലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ പോയിന്റ് x-axisലാവുമ്പോൾ നമുക്കറിയാം y 0 ആയിരിക്കും. അപ്പോൾ ലെറ്റ് ദ റേഷ്യോ ബി, നമുക്ക് റേഷ്യോ ആണ് വേണ്ടത്. k:1 എടുക്കുന്നു, സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യുക. ലെറ്റ് ദ റേഷ്യോ ബി k:1 ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വരിക? a ഓഫ് x, 0 ഈക്വൽ ടു m1 x2. m1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? k. m1 x2 പ്ലസ് m2 x1 ഡിവൈഡ് ബൈ k പ്ലസ് 1 k ഇൻറ്റു y2 പ്ലസ് 1 ഇൻറ്റു y1 ഡിവൈഡ് ബൈ k പ്ലസ് 1 ഇങ്ങനെയാണ് ഉള്ളത്. ഇത് ഈക്വൽ ടു 0 ആണ്, കാരണം x ആക്സിസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായി? k y2 പ്ലസ് y1 ഡിവൈഡ് ബൈ k പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ k പ്ലസ് 1 എന്തായി? 0 ആയി. k y2 പ്ലസ് y1 ഈക്വൽ ടു 0. അപ്പോൾ k y2 ഈക്വൽ ടു മൈനസ് y1, k ഈക്വൽ ടു മൈനസ് y1 ബൈ y2. അപ്പോൾ k:1 എന്ന് പറയുന്നത് എന്ത് റേഷ്യോ ആണ് വരുന്നത്? മൈനസ് y1 ഈസ് y2. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. k:1 എന്ന് പറയുന്നത് മൈനസ് y1 ഈസ് y2. അപ്പോൾ ബി ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. If the line segment joining the points 3, -4 and 1, 2 is trisected at points P, A, -2 and Q 5/3, B, then എയും ബിയും ആണ് നമുക്ക് കാണേണ്ടത്. ട്രൈസെക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ എ എന്നുള്ള പോയിന്റ് നമുക്ക് 3, -4 എന്ന് എടുക്കാം. ബി എന്ന് പറയുന്നത് 1, 2, 3 ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ആവുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് എ -2 ആണ്. ക്യൂ എന്ന് പറയുന്നത് 5/3 ബി. ഇങ്ങനെയാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രൈസെക്റ്റഡ് ആയതുകൊണ്ട് തന്നെ പി ഡിവൈഡ്സ് എ ബി ഇന്റേർണലി ഇൻ ദ റേഷ്യോ എങ്ങനെയായിരിക്കും? 1, ഇത് 2 പാർട്ടാണ്. 1:2 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ആവും. അപ്പോൾ ഇവിടെ 1:2 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ആവുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് പി ഓഫ് a, -2 എന്ന് പറയുന്നത് m1 എന്ന് പറയുന്നത് 1, m1 x2 എന്താണ്? 1 പ്ലസ് m2 ഇൻറ്റു x1 3 ഡിവൈഡ് ബൈ 1 + 2 വരും. ഇനി അതുപോലെ വൈയുടെ എഴുതുകയാണെങ്കിൽ 1 ഇൻറ്റു y2 എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് m2 2 ഇൻറ്റു y1 എന്ന് പറയുന്നത് -4 ഡിവൈഡ് ബൈ 1 + 2 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ കാണണമെങ്കിൽ എ എന്ന് പറയുന്നത് എക്സിൻ്റെ കോർഡിനേറ്റ്. അപ്പോൾ എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 1 + 6/3, അതായത് 7/3. എ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടിയത്? 7/3. ഇനി അതുപോലെ ഇവിടെ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് ആവശ്യമില്ല, കാരണം എയും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. എ 7/3 എന്ന് കിട്ടി. ഇവിടെ ഓപ്ഷനിൽ തന്നെ എ 7/3 ഇതിനേ ഉള്ളൂ. ഇനി ബി 0 കിട്ടുവാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ആയി. ഈ ബി എന്ന് പറയുന്നത് ഇതെങ്ങനെ എടുക്കാം? നമുക്കിത് മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും മിഡ് പോയിന്റ് ആയതുകൊണ്ട് a + 1/2 -2 + 2/2 ഈക്വൽ ടു 5/3, ബി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബി ആണ് വേണ്ടത്. ബി എന്ന് പറയുന്നത് എന്താണ്? -2 + 2/2 = 0. അപ്പോൾ എന്താണ് ആൻസർ? എ 7/3 ബി 0 ആണ് വരുന്നത്.
a/2, 4 is the midpoint of the line segment joining the points a -6, 5 and b -2, 3, then the value of b. ഇവിടെ a എന്ന് പറയുന്നത് നമുക്ക് -6, 5 എന്ന് തന്നിട്ടുണ്ട്. b എന്ന് പറയുന്നത് -2, 3. ഇവിടെ മിഡ് പോയിന്റ് എന്താണ് a/2, 4 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് x1 + x2 ഡിവൈഡ് ബൈ 2 y1 + y2 ഡിവൈഡ് ബൈ 2. അതായത് x1 + x2 -6 + -2 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു a/2 ആയിരിക്കും. അവിടെ 2 ക്യാൻസൽ ആയി a ഈക്വൽ ടു -8. a ഈക്വൽ ടു -8. The line segment joining the points -3, -4 and 1, -2 is divided by y-axis in the ratio. ഇവിടെ നമുക്ക് റേഷ്യോ ആണ് കാണേണ്ടത്. അതായത് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് പോയിന്റ്സ് എ എന്ന് പറയുന്നത് -3, -4 ആണ്. ബി എന്ന് പറയുന്നത് 1, -2 ആണ്. അപ്പോൾ ഡിവൈഡ് y-axis ഈ പോയിന്റ് നമുക്ക് തന്നിട്ടില്ല. പി എന്ന് പറയുന്നത് the line segment joining the points -3, -4 and 1, -2 is divided by y-axis ആണ്. y-axis ആയതുകൊണ്ട് അവിടെ x കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ 0, y ആണ്. അപ്പോൾ റേഷ്യോ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് ദ റേഷ്യോ ബി k:1 ആണ്. നമ്മുടെ റേഷ്യോ k:1. ഇവിടെ x കോർഡിനേറ്റ് ആണ് 0. അപ്പോൾ നമുക്ക് k കിട്ടണമെങ്കിൽ x കോർഡിനേറ്റിന്റെ എടുത്താൽ m1 x2 അതായത് m1 x2 plus m2 x1 divided by m1 plus m2 അത് 0 ആണ്. അപ്പോൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഷ്യോ k:1 ആണെങ്കിൽ k ഇൻറ്റു x2 എന്ന് പറയുന്നത് 1 പ്ലസ് 1 ഇൻറ്റു x1 എന്ന് പറയുന്നത് -3 ഡിവൈഡ് ബൈ k പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ k പ്ലസ് 1 0 ആവും. k -3 ഈക്വൽ ടു 0, k ഈക്വൽ ടു 3. അപ്പോൾ k ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ k:1 എന്താണ്? k:1 എന്ന് പറയുന്നത് 3:1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 3:1. അടുത്തത് ദ റേഷ്യോ ഇൻ വിച്ച് ദ x ആക്സിസ്. ഇത് നേരത്തെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ. x ആക്സിസിനാണ്. x ആക്സിസ് ആകുമ്പോൾ y 0 ആയിരിക്കും. ഇവിടെ a എന്ന് പറയുന്ന പോയിന്റ് 3, 6 ആണ്. b എന്ന് പറയുന്നത് 12, -3. അപ്പോൾ ലെറ്റ് ദ റേഷ്യോ ബി k:1. ഇവിടെ നമുക്ക് y കോർഡിനേറ്റ് എടുത്താൽ മതി. y ആണ് 0. അപ്പോൾ m1 y2 plus m2 y1 ഡിവൈഡ് ബൈ m1 plus m2 ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അതായത് m1 എന്ന് പറയുന്നത് k ഇൻറ്റു y2 എന്ന് പറയുന്നത് -3 പ്ലസ് m2 എന്ന് പറയുന്നത് 1 ഇൻറ്റു y1 എന്ന് പറയുന്നത് 6 ഡിവൈഡ് ബൈ k പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇത് 0 ആയി. -3k plus 6 is equal to 0. 3k equal to 6. k equal to 6/3. 6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അപ്പോൾ 2 ആണ് വന്നിട്ടുള്ളത്. k:1 എന്ന് പറയുന്നത് എന്താണ്? 2:1. നമ്മുടെ ആൻസർ 2:1. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.